കേരളത്തിൽ പ്രവർത്തനം വിപുലീകരിക്കാനൊരുങ്ങിയ ജാപ്പനീസ് കമ്പനിയായ നിറ്റ ജലാറ്റിൻ 60 കോടി രൂപയുടെ പദ്ധതിക്ക് എറണാകുളം കാക്കനാട് തുടക്കം കുറിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജപ്പാൻ സന്ദർശന വേളയിൽ കമ്പനി 200 കോടിയുടെ നിക്ഷേപം കേരളത്തിന് വാഗ്ദാനം ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ 60 കോടിയുടെ നിർമ്മാണ പദ്ധതിക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. കാക്കനാട് കിൻഫ്ര എക്സ്പോർട്ട് ഇൻഡസ്ട്രിയൽ പാർക്കിലാണ് കൊളാജൻ പെപ്റ്റൈഡ് പ്ലാന്റ് നിർമ്മാണം ആരംഭിച്ചത്. ചർമ്മം, സന്ധി, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിനായാണ് കൊളാജൻ പെപ്റ്റൈഡ് ഉപയോഗിക്കുന്നത്. നിലവിൽ പ്രതിവർഷം 550 മെട്രിക് ടൺ കൊളാജൻ പെപ്റ്റൈഡ് കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പുതിയ ഫാക്ടറി വരുന്നതോടെ ഉൽപ്പാദനം 1150 മെട്രിക് ടണ്ണായി വർദ്ധിക്കും. കേരള സർക്കാരിൻ്റെ വ്യവസായ സൗഹൃദ നയങ്ങൾ കമ്പനിക്ക് കൂടുതൽ നിക്ഷേപം നടത്താനുള്ള ആത്മവിശ്വാസം നൽകിയതായി നിറ്റ ജലാറ്റിൻ പ്രസിഡന്റും NGIL ഡയറക്ടറുമായ കൊയിച്ചി ഒഗാറ്റ പറഞ്ഞു. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജപ്പാനിൽ സന്ദർശിച്ച സമയത്താണ് ആ സമയം നിറ്റ ജലാറ്റിൻ്റെ ജപ്പാൻ മാനേജ്മെൻറ്റ് ഏകദേശം 200 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് കമ്മിറ്റ് ചെയ്തത്. ഇപ്പോൾ ശരിക്കും നടക്കാൻ പോകുന്നത് ഏകദേശം 220 കോടി രൂപയാണ്. അതിൽ ഇത് ആദ്യത്തെ ഭാഗമാണ്. പുതിയ പ്ലാന്റ് വഴി നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും കേരളം കൂടുതൽ വ്യവസായ സൗഹൃദമാകുമെന്നുമാണ് വിലയിരുത്തൽ. കൈരളി ന്യൂസ്, കൊച്ചി.